ഇന്നത്തെ മെസ്സേജിന് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് എന്നോട് കേട്ട പിതാവിൻ വാഗ്ദത്തം. എന്നോട് കേട്ട പിതാവിൻ വാഗ്ദത്തം. ദ ഫാദേഴ്സ് പ്രോമിസ് ഹേർഡ് ബൈ മീ. യേശുവിൻ്റെ തന്നെ വാക്കുകളാണ് നമ്മൾ ഈ കേട്ടത്. ഹല്ലേലൂയ. യേശു പറഞ്ഞ ഒരു കാര്യം ആണെങ്കിൽ അത് വളരെ ശ്രേഷ്ഠമാണ്, അത് ട്രൂ ആണ്, അതിന് വലിയ മഹത്വമുണ്ട്, ശക്തിയുണ്ട്. നമ്മളത് മനസ്സിലാക്കണം. പറയുന്നത് എന്നോട് കേട്ട, അല്ലേ, ഞാൻ ആ പറഞ്ഞതാണ് നിങ്ങളുടെ അടുത്ത്. ഇറ്റ് ഇസ് സോ ഷ്യൂർ. പിതാവിൻ്റെ, അപ്പൻ്റെ ആ വാഗ്ദത്വം, അതിനായിട്ട് നിങ്ങൾ കാത്തിരിക്കണം. ആമേൻ. യു നീഡ് ടു വെയിറ്റ് ഫോർ ദാറ്റ്. അതിൻ്റെ കഴിവെന്താണ്, ശക്തി എന്താണ്? നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം വായിച്ചാട്ടെ. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, അതിനായി നിങ്ങൾ കാത്തിരിക്കണം. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്, നോ ഡൗട്ട്. ഞാനാണ് നിങ്ങളോട് പറഞ്ഞത്. ആൻഡ് ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് ഫ്രം ഫാദർ. അപ്പനിൽ നിന്നുള്ള ഒരു ദാനമാണ്. നമുക്കറിയാം പരിശുദ്ധ ആത്മാവിനെ കുറിച്ചാണ് ആ പറയുന്നത്. കഴിഞ്ഞ 2024-25 നമ്മുടെ തീം ആയിരുന്നത് ബൈ ഹിസ് സ്പിരിറ്റ് എന്നുള്ളതാണ്. സാധാരണ നിലയിൽ അങ്ങനെ അത് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നത് അസ്വാഭാവികമാണ്. എന്നാൽ ഇപ്രാവശ്യം ചർച്ച് പറയുകയാണ്, ഹല്ലേലൂയ, ഇല്ല, ഇത് 1 വർഷം കൂടെ കണ്ടിന്യൂ ചെയ്യണം. ഡു യു സീ സംതിങ് സൂപ്പർ നാച്ചുറൽ ദേർ? ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. മലയാളം ഫെലോഷിപ്പ്, ആമേൻ, വി നീഡ് that one more year. 2025 by his spirit he is going to do something very new, very powerful and very fresh. Amen. And maybe ഈ ചർച്ച് maybe അതിൻ്റെ വളർച്ചയ്ക്ക് നമ്മൾ ഒരു ഘടകമാകണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ടാകാം. ഹല്ലേലൂയ. we don't underestimate ourselves. കാരണം നമ്മുടെ മിടുക്കല്ല ഞാൻ പറയുന്നത്, നമ്മുടെ കഴിവല്ല, ടെക്നോളജി അല്ല, മറിച്ച് നമ്മുടെ കൂടെയുള്ള ദൈവം ആരാണെന്നതും നമ്മുടെ വിശ്വാസത്തിനും അതിൻ്റെ ഒരു നല്ല പങ്കുണ്ട്. അതുകൊണ്ട് ആ 2025 അതേ തീം തന്നെ കണ്ടിന്യൂ ചെയ്യുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് അവർക്ക് പ്രേരണ കൊടുത്തെങ്കിൽ he meant something and I believe it has to be from മലയാളം ഫെലോഷിപ്പ്. ഹല്ലേലൂയ. നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം, which means you and me. We have the part. Let us do our part. Amen. Hallelujah. അതിൻ്റെ ഒരു തെളിവാണ് കഴിഞ്ഞ കൺവെൻഷനിൽ നമുക്ക് ലഭിച്ചതായ ദൂതുകളും അതുപോലെ തന്നെ ആ ഇമ്പാർട്ടേഷൻ സെഷനിലും നമുക്ക് ലഭിച്ചതായ ആ അനുഭവങ്ങളും. ഞാൻ ഇമ്പാർട്ടേഷൻ സെഷൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർ ചില ബ്രദേഴ്സൊക്കെ കൂടെ അവരാണ് സജഷൻ എന്നോട് പറഞ്ഞത്, ടൈറ്റസ് ബ്രദർ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സജഷൻ ഉണ്ടായി, നമുക്കതൊരു ഇമ്പാർട്ടേഷൻ സെഷൻ ആകുന്നത് നല്ലതല്ലേ എന്ന്. പക്ഷേ എൻ്റെ ചിന്തയിൽ പെട്ടെന്നുണ്ടായി, കാരണം ഞാൻ അങ്ങനെ അദ്ദേഹത്തിൻ്റെ മെസ്സേജിനെ പറ്റി എനിക്കറിയാം. അപ്പോൾ ഞാൻ ഇമ്പാർട്ടേഷൻ ചെയ്യുന്ന കാര്യത്തിൽ അദ്ദേഹം അത്ര ചെയ്യാറുണ്ടോ എനിക്കറിയാം. അങ്ങനെ ഒരു ചെറിയൊരു ഡൗട്ട് മാത്രം വന്നു. പക്ഷേ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി അത് നല്ലൊരു കാര്യമാണ്. അങ്ങനെ ഒരു കാര്യം കിട്ടുവാണെങ്കിൽ ഇറ്റ് ഈസ് മച്ച് ബെനഫിഷ്യൽ എന്ന് തോന്നിയത് കൊണ്ട് അതിനെ നമ്മൾ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. കർത്താവിൻ്റെ ദാസനോട് പറഞ്ഞു. അദ്ദേഹം വളരെ സന്തോഷത്തോടെ അത് ഏറ്റെടുക്കുകയും ചെയ്തു. അതിനെ ദൈവം ആലോചന കൊടുത്ത എല്ലാവർക്കുമായിട്ട് ദൈവത്തോട് നന്ദി പറയുകയാണ്. കാരണം ഇറ്റ് വാസ് എ ട്രെമൻഡസ് ബ്ലെസ്സിങ് ഫോർ മീ ആൻഡ് ഐ ബിലീവ് ഫോർ ഈച്ച് വൺ ഓഫ് യു. ഹല്ലേലൂയ. കർത്താവ് അത് ചെയ്യുക തന്നെ ചെയ്യും. കാരണം ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് അസ് ബട്ട് അബൌട്ട് അവർ ഗാഡ് ഹൂം വി പ്രൊക്ലെയിംഡ് ജസ്റ്റ് നൗ. നമ്മൾ ആരാധിക്കുന്ന, നമ്മൾ മഹത്വപ്പെടുത്തുന്ന നമ്മുടെ ദൈവം അതിന് യോഗ്യനാണ്. അവൻ നന്നായിട്ട് നമുക്ക് വേണ്ടി ചെയ്തു തരട്ടെ. അങ്ങനെ കൺവെൻഷനിൽ നമുക്ക് വളരെ വളരെ എന്താ പറയുക, അസാധാരണമായൊരു അനുഭവമാണ് നമുക്ക് ലഭിച്ചത്. ഇവിടെ പറഞ്ഞതുപോലെ പിതാവിൻ്റെ ആ വാഗ്ദത്വം നമുക്ക് തന്നതായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ് ദൈവം നമുക്ക് തന്നത്. ഹല്ലേലൂയ. എനിക്കുണ്ടായ ആ അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. അതിനുശേഷം ദൈവവചനത്തിലേക്കും കടക്കാം. ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്കും അത് ലഭിച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ ആയിരിക്കുന്ന എല്ലാവർക്കും
എല്ലാവർക്കും അനുഭവങ്ങൾ നിങ്ങൾക്ക് നേരത്തെ അനുഭവം ലഭിച്ചവരുണ്ട്. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇതിലൂടെ നിങ്ങൾ ഒരു പ്രിപ്പറേഷനിലേക്ക് പോവുകയാണ്. സ്തോത്രം. ഞാൻ വിചാരിക്കുന്നു എനിക്ക് ലഭിച്ചതായ അനുഭവങ്ങൾ ഇവിടെ പലർക്കും അന്ന് ലഭിച്ചിട്ടുണ്ട്, അതിന് മുന്നേയും ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഹല്ലേലൂയ ഇല്ലാത്തവർ ഉണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം, ദൈവം നിങ്ങളെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ആമേൻ. ഹല്ലേലൂയ. നമ്മളിന്ന് കേട്ട സാക്ഷ്യം പോലെ അല്പസമയം എടുത്താലും എല്ലാ ജഡത്തിൻ്റെ മേലും പകരുമെന്ന് പറഞ്ഞിട്ടുള്ള അതേ ആത്മാവ് അതേ ശക്തിയോടെ ഇവിടെ ആയിരിക്കുന്ന എല്ലാവരുടെ മേലും അത് പതിയണം എന്നുള്ളത് 100% ആഗ്രഹമാണ്, ഉറപ്പാണ്. ഹല്ലേലൂയ. ഒരാൾക്ക് മാത്രമുള്ള ഒരു ആത്മാവല്ല, അങ്ങനത്തെ ഒരു ചർച്ചല്ല ഇമ്മാനുവൽ അസംബ്ലി ഓഫ് ഗോഡ് മലയാളം ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. എല്ലാവരും ഒരുപോലെ ആത്മശക്തിയിൽ നിറയുന്നൊരു സഭയായിട്ട് ഈ സഭ വളരണം. ആർക്കെങ്കിലും ഹല്ലേലൂയ അതിൽ ലഭിച്ചിട്ടില്ല എങ്കിൽ ഇന്നു മുതൽ അതിനുവേണ്ടി ആഗ്രഹിക്കുക. ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യും. കാരണം ഇത് പിതാവിൻ്റെ വാഗ്ദത്തമാണ്, എൻ്റെയും നിങ്ങളുടെയും ബിസിനസ് അല്ല. ഹല്ലേലൂയ. പിതാവിൻ്റെ വാഗ്ദത്തമാണ്, യേശു പറഞ്ഞതാണ്. അങ്ങനെ പറഞ്ഞിട്ടുള്ളൊരു വാഗ്ദത്തം എനിക്കും നിങ്ങൾക്കും ഉണ്ടെങ്കിൽ let us desire for that and he will do it at the right time that he wanted to do. ഹല്ലേലൂയ. അതുകൊണ്ട് ആഗ്രഹിക്കും ഞാനും നിങ്ങളും അത് ലഭിച്ചേ മതിയാവൂ. പിതാവ് അവരോട് വെയിറ്റ് ചെയ്ത് ഇത് നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ he meant something inside of that. ഹല്ലേലൂയ. അതിലൂടെ ചിലത് അവൻ നമ്മിൽ പകരണമെന്ന് അവൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അതവൻ അങ്ങനെ പറഞ്ഞത്. നമ്മൾ അത് ഒരുപക്ഷെ നിസ്സാരമായി എടുത്തു കാണും, നമ്മൾ ഒരുപക്ഷെ അത് ഗൗരവമാക്കിയില്ലായിരിക്കും. എന്നാൽ അങ്ങനെയല്ല ദൈവമക്കളെ. കഴിഞ്ഞ 10 വർഷം 11 വർഷം നമ്മൾ നിന്നതുപോലെ അല്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവിനെ മുഴുവൻ വിലയും കൊടുത്തുകൊണ്ട് മുന്നേറണമെന്ന് ദൈവം നമ്മളോട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് 2025 തീം എന്ന് പറയുന്നത് 2024 തീം ആയിരുന്നിട്ടും വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തത് എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. അവൻ അങ്ങനെ ചെയ്യും. ഈ സ്തോത്രം യേശുവിനെ പിൻപറ്റുക എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ ആകരുത്. ഹല്ലേലൂയ. യേശുവിനെ പിൻപറ്റുക എന്ന് പറയുന്നത് മറ്റൊന്ന് കണ്ടുകൊണ്ടാകരുത്. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാണോ അവൻ വിളിച്ചത് പൂർണ്ണമായും തിരിച്ചറിഞ്ഞ് അതിൻ്റെ മുഴു ബലത്തോടെയും മുഴു ശക്തിയോടെയും പിൻപറ്റുന്നില്ല എങ്കിൽ വെറും വേസ്റ്റാണ്. നമ്മൾ പണിപ്പെട്ടത് സൺഡേ കടന്നു വന്നത് വെറുതെ ആയി പോകും. അതുകൊണ്ട് അങ്ങനെ ആയി പോകാൻ പാടില്ല. ഈ പിതാവിൽ നിന്നുള്ള വാഗ്ദത്തത്തിൻ്റെ ശക്തിയായിരിക്കണം ഹല്ലേലൂയ എന്നെയും നിങ്ങളെയും നടത്തുന്നത്, മറ്റൊന്നുമല്ല. സ്തോത്രം. അനേക ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളുകൾ ഉള്ളപ്പോൾ അവരെ മാറ്റിവെച്ചിട്ട് എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്തതിൻ്റെ കാരണമെന്ന് പറയുന്നത് അവന് സ്തോത്രം അവൻ്റെ ശക്തി നിറച്ച് ആ ശക്തിയോടെ എന്നെയും നിങ്ങളെയും നടത്തണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. സ്തോത്രം. ലോകത്തിൻ്റെ ജ്ഞാനമല്ല അവൻ തിരഞ്ഞെടുത്തത്. ഞാൻ എൻ്റെ സ്തോത്രം അനുഭവം ഞാൻ നിങ്ങളോട് പറയാം. ഇറ്റ് വാസ് ഇൻറ്റേർണൽ. അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിലായിരുന്നു. പലപ്പോഴും നമ്മൾ പാട്ടുകളിലും പാടാറുണ്ട്. എന്താണ് പാടാറ്? നമ്മൾ തീ പോലെ ഇറങ്ങണമേ, അല്ലേ? അല്ലെങ്കിൽ നമ്മൾ അഗ്നിയായിട്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് കാണുന്നില്ല, അതൊക്കെ നമ്മുടെ പാട്ട്. അപ്പം നമ്മുടെ ഉള്ളിൽ പാടിയും അതുപോലെ തന്നെ ഒരു എക്സ്പെക്റ്റേഷനാണ്, ഒരു തീ ഇറങ്ങും അല്ലെങ്കിൽ ഒരു വലിയ എന്താ പറയുക ഒരു സംഭവം. അപ്പോൾ അതിൻ്റെ തുടക്കം എവിടെയാണ്? അപ്പോസ്തല പ്രവൃത്തി തന്നെയാണ്. അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് പകരപ്പെട്ടപ്പോൾ എന്താണ്? സൗണ്ട് ഓഫ് എ റഷിംഗ് വിൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ഒരു നല്ല കൊടുങ്കാറ്റിൻ്റെ ഒരു ശബ്ദം അവിടെ ഉണ്ടായി. സ്തോത്രം. അത് കഴിഞ്ഞ് എന്തുണ്ടായി? തീനാളങ്ങൾ, അല്ലേ, അവരുടെ മേൽ ഇറങ്ങുന്നത് കണ്ടു. അപ്പോൾ ഇതൊക്കെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം നമുക്കൊരു ചിന്ത, നമ്മളിവിടെ നോക്കുമ്പോൾ ആ തീനാളം വരും, അല്ലെങ്കിൽ കാറ്റ് വരും, അല്ലെങ്കിൽ ഭൂമി കുലുങ്ങും, ഇതൊക്കെ നമ്മുടെ ചിന്ത. എന്നാൽ ഞാൻ പറയട്ടെ, അങ്ങനെ ഉണ്ടായത് അത് അവിടെ കടന്നു വന്ന ആളുകൾക്ക് കാണാൻ വേണ്ടി മാത്രമായിരുന്നു. ഹല്ലേലൂയ. പത്രോസിനോട് ചോദിച്ചാൽ ഞാൻ തീനാളം കണ്ടില്ല. കാണും. പക്ഷെ ഞാൻ പറയുന്നത് പത്രോസിൻ്റെ അനുഭവം എന്ന് പറയുന്നത്, മേരിയുടെ അനുഭവം എന്ന് പറയുന്നത് അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ഹല്ലേലൂയ ഒരു മാറ്റമാണ്. അവർക്ക് വന്ന ഒരു കത്തലാണ്, അവർക്ക് വന്ന ഹല്ലേലൂയ ഒരു എംപവർമെൻ്റ് ആണ്, അവരുടെ ആത്മാവിൻ്റെ ആ പകർച്ച എന്ന് പറയുന്നത്. ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത് ഹല്ലേലൂയ ഔട്ട്സൈഡ് അപ്പിയറൻസ് അല്ല. ഹല്ലേലൂയ 2-3 കാര്യങ്ങൾ പറഞ്ഞു, കൈകൊട്ടി, അതല്ല, അത് വേണം. പക്ഷേ ഹല്ലേലൂയ അതിനേക്കാൾ മുന്നമേ വേണ്ടത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നിറവ് വേണം. ഹല്ലേലൂയ.
ഞാൻ ഇവിടെ അന്ന് ഇരുന്ന സമയത്ത് സ്തോത്രം, ഞാൻ ആത്മാവിൻ്റെ നിറവ് അനുഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അന്യഭാഷ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഒക്കെ ഉണ്ട്. പക്ഷേ പല സമയങ്ങളിലും വളരെ എക്സൈറ്റഡ് ആയിട്ടുണ്ട്. പക്ഷേ ഈ അന്നത്തെ അനുഭവം എന്ന് പറയുന്നത് തികച്ചും ഒരു വ്യത്യസ്ത അനുഭവമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അത് ഷെയർ ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചത്. സ്തോത്രം, സ്തോത്രം, എൻ്റെ ഉള്ളിൽ ഈ വചനങ്ങൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ഒരു വലിയ എക്സൈറ്റ്മെൻറ്റ് അത് എൻ്റെ ഉള്ളിൽ ഉണ്ടായി തീർന്നു. സ്തോത്രം, ഹല്ലേലൂയ. അത് ഒരു എന്താ പറയുക, ഒരു പ്രഷർ ബിൽഡപ്പ് ചെയ്യുന്നത് പോലെ, അപ്പം അത് അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ പല്ലൊക്കെ കടിച്ച്, അല്ലെങ്കിൽ അത് എങ്ങനെയാണത് ഉൾക്കൊള്ളേണ്ടത് എന്ന് എനിക്ക് അറിയുന്നില്ലായിരുന്നു. അങ്ങനത്തെ ഒരു അനുഭവം എൻ്റെ ഉള്ളിൽ വരികയുണ്ടായി. അപ്പം ഇപ്പോൾ പത്രോസിനും എൻ്റെ ഉള്ളിൽ ചിന്തകൾ വരികയാണ്. പത്രോസിനും ഒന്നും കാണുന്നൊന്നുമില്ല, പക്ഷേ എങ്കിലും പത്രോസിനും അതുപോലെ തന്നെ 120 പേർക്കും ഉണ്ടായ അനുഭവം എന്ന് പറയുന്നത് അവരുടെ ഉള്ളിലല്ലേ ഇത് എന്നൊരു ചിന്ത. അങ്ങനെ വന്നപ്പോൾ പിന്നീട് അദ്ദേഹം അതിൻ്റെ സ്ക്രിപ്ചറൽ പാർട്സ് ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി, അല്ലേ? നമുക്കറിയാം അന്നത്തെ വിഷയം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പല രൂപങ്ങളിൽ അല്ലെങ്കിൽ പല സാഹചര്യങ്ങളിൽ ഉണ്ടായ വെളിപ്പാടുകൾ, അല്ലെങ്കിൽ അതിൻ്റെ അനോയിൻറ്റിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് പറയും തോറും, അതിൻ്റെ സ്ക്രിപ്ചറുകൾ എടുത്ത് വായിക്കും തോറും എന്തുണ്ടായി, അത് വളരെയധികം ഉള്ളിൽ പ്രഷർ ബിൽഡപ്പ് ചെയ്യുന്ന വളരെ കത്തുന്ന അനുഭവം. അവിടെയാണ് നമുക്ക് എമ്മാവൂസിലോട്ട് പോകുന്ന ആ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവം പോലെ അവൻ നമ്മളോട് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് ചോദിക്കുന്നത് പോലുള്ളൊരു അനുഭവം. ഞാൻ പറയട്ടെ, ഇതേ അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. സ്തോത്രം, പലർക്കും ഉണ്ടായിട്ടുണ്ട്. സ്തോത്രം, കാരണം എനിക്കറിയാം ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ വന്നിട്ടും. ഞാൻ അതുകൊണ്ടാണ് ഇന്ന് പറഞ്ഞത്, സാക്ഷ്യം പറയാനുണ്ടെങ്കിൽ പറയണമെന്ന് പറയാൻ കാരണം ഇത് ഒരാൾക്ക് വേണ്ടി മാത്രം പകർന്ന ഒന്നല്ല കഴിഞ്ഞ പകർച്ചയിലൂടെ നടന്നത്. മറിച്ച് ഈ ചർച്ചിനെ മുഴുവനും കണ്ടുകൊണ്ട ദൈവം ചിലത് അന്ന് ഇറക്കിയെന്ന് എനിക്കറിയാം. എനിക്കത് അനുഭവപ്പെട്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഇവിടെയുള്ള പലർക്കും അത് കിട്ടിയിട്ടുണ്ട്. പലരും അതിൽ വളരുന്ന സമയങ്ങളാണ് ഇപ്പോൾ. അവിടെ എഴുതിയിട്ടുണ്ട്, അവർക്കത് ആ യാത്രയിൽ അവർ യേശു വചനം നമ്മുടെ അത് അവിടെ പറഞ്ഞത് അന്ന് നടന്നൊരു സംഭവം ഇന്ന് വെറും വായിക്കാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് നമ്മുടെ ഹൃദയങ്ങളിൽ അത് സംഭവിക്കണം. ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ അത് കത്തിക്കൊണ്ടിരിക്കണം. ഹല്ലേലൂയ. അങ്ങനെ ഇത് കെപ്റ്റ് ഓൺ ഇൻക്രീസിങ്, അല്ലേ? ആ കത്തലുകൾ നമുക്കറിയാം, ഇത് വളരെ അധികമായിട്ട് വരുന്നു. അത് വരുന്നപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിക്കുകയാണ് ഇതിൻ്റെ സോഴ്സിനെ കുറിച്ച്. എവിടെ നിന്നാണ് ഈ ശക്തി വരുന്നത്? ശക്തി അനുഭവിക്കുമ്പോൾ, അയ്യോ, ഈ ഒരു ശക്തി അനുഭവിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ ചിന്തിച്ചത്, എൻ്റെ കർത്താവ് അവൻ കാൽവരിയിൽ ഇഞ്ചിഞ്ചായി മരിച്ച് അതിൻ്റെ വില കൊടുത്തിട്ടാണല്ലോ ഈ ശക്തി എൻ്റെ മേൽ പകരുവാനിടയായി തീർന്നത്. നമ്മൾ വെറും ഒരു ശക്തിയായിട്ട് അങ്ങ് എടുത്തു. പക്ഷേ ഇതിന് കൊടുത്ത വില ഞാൻ ആലോചിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ അധികം അത് ബലപ്പെടുവാൻ തുടങ്ങി. ഇത്രയും വില കൊടുത്തത് അത് നമ്മൾ ആലോചിച്ച്, ഈ ലോകത്തിൽ ഒരു മനുഷ്യനും കൊടുക്കാൻ പറ്റാത്ത വില അത് കാൽവരിയിൽ കൊടുത്തിട്ട് അതിൻ്റെ ഫലമായിട്ടാണ് അവൻ തേജസ്കരിക്കപ്പെട്ടിട്ട് അവൻ പിതാവിൽ നിന്ന് അത് വാങ്ങി നമുക്ക് തരുവാനിടയായി തീർന്നത്. അതിൻ്റെ വിലയെക്കുറിച്ച് ഞാൻ വീണ്ടും ചിന്തിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ വീണ്ടും അധികം അത് ബലപ്പെടുവാൻ തുടങ്ങി. സ്തോത്രം, ഹല്ലേലൂയ. പിന്നീട് പാസ്റ്റർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് അവിടെ പറഞ്ഞ പല കാര്യങ്ങളുണ്ട്. അതായത് അത് ആദ്യം പറഞ്ഞു, അത് പരിശുദ്ധാത്മാവിൻ്റെ സ്നാനമുണ്ട്. അപ്പോൾ അത് നമുക്ക് വൺ ടൈം ലഭിക്കുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം. പിന്നെ അച്ചാരം, അല്ലേ? നമുക്ക് അത് കൊടുക്കുന്നതിന് പറയുന്നുണ്ട്, അതിൻ്റെ പ്ലെഡ്ജ് ഓഫ് ഇൻഹെറിറ്റൻസ്, അച്ചാരം തന്നിട്ടുണ്ട്. പിന്നെ പറഞ്ഞു ഇത് സീൽ, അതിൻ്റെ മുദ്ര, ഇതൊക്കെ വൺ ടൈം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ അത് വൺ ടൈം ലഭിച്ചു കഴിഞ്ഞു. പക്ഷേ അതും ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നതും തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ട്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെ ഡിഫറൻസ് തോന്നി. അയ്യോ, പക്ഷേ ഇതൊരു ശക്തിയാണല്ലോ, ഇത് എൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളുന്ന മുദ്രയല്ലല്ലോ എന്നുള്ളൊരു ചിന്ത. അങ്ങനെ അത് വർദ്ധിച്ചു വരുവാൻ തുടങ്ങി. പിന്നെയാണ് കർത്താവിൻ്റെ ദാസൻ പറഞ്ഞത്, അത് ഒരു നിറവായിട്ട് വീണ്ടും വരുന്ന ഒരു നിറവായിട്ട് വരാമെന്ന്. സ്തോത്രം. അവിടെയാണ് ഞാൻ മനസ്സിലാക്കിയത്. അദ്ദേഹം തന്നെ പറയുകയുണ്ടായി, പത്രോസ് ആദ്യം തന്നെ ആ നിറവ് വന്നപ്പോൾ എന്തുണ്ടായി, അവൻ എഴുന്നേറ്റ് നിന്ന് അവൻ പ്രസംഗിക്കാൻ തുടങ്ങി, അല്ലേ? അതാണ് നമ്മൾ ആദ്യം കാണുന്നത്. നമ്മൾ ആ ഭാഗം ഒന്ന് വായിച്ചാട്ടെ. അപ്പോസ്തല പ്രവൃത്തി 2 സ്തോത്രം, ഹല്ലേലൂയ. ഏതായിരുന്നു വാക്യം? 2:14. അപ്പോൾ പത്രോസ് 11 പേരോട് കൂടെ നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത്,
യഹൂദ പുരുഷന്മാരും യെരൂശലേമിൽ പാർക്കുന്ന എല്ലാവരുമായുള്ളവരെ, ഇതു നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ, എന്റെ വാക്ക് ശ്രദ്ധിച്ചു കൊള്ളുവിൻ. എൻ്റെ വാക്ക് ഇതിന് തൊട്ട് മുന്നേ അല്ലെങ്കിൽ ചില ദിവസങ്ങൾക്ക് മുന്നമേ അവൻ ഒതുങ്ങി പതുങ്ങിയും തള്ളിപ്പറഞ്ഞും പോയ വ്യക്തിയാണ്. ഇപ്പോൾ പറയുകയാണ്, ഉറക്കെ പറയുകയാണ്, ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളണം. അപ്പോൾ ഇങ്ങനെ പറയാൻ അവന് കിട്ടിയതിൻ്റെ കാരണം എന്താണ്? അവൻ്റെ മേൽ ഈ ഒരു അഭിഷേകം വന്നതുകൊണ്ടാണ്. ഈ ഒരു അഭിഷേകം അവൻ നിറഞ്ഞപ്പോൾ അവൻ എന്തായി? അവൻ്റെ ഉള്ളിൽ ഒരു അതിയായ ബലം അല്ലെങ്കിൽ ഒരു ബോൾഡ്നെസ് വരികയാണ്. എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ ആ ബോൾഡ്നെസ് വന്നിട്ടുണ്ടോ? ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ബോൾഡ്നെസ് തരും. പിന്നീട് നമ്മൾ കാണുന്നുണ്ട് 4-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം, 7-8. ഇവർ അവരെ നടുവിൽ നിർത്തി, ഏത് ശക്തി കൊണ്ടോ നാമത്തിലോ നിങ്ങൾ ഇത് ചെയ്യുന്നു എന്ന് ചോദിച്ചു. പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞത്, ജനത്തിന്റെ പ്രമാണികളും മൂപ്പന്മാരുമായുള്ളവരെ. അപ്പോൾ വീണ്ടും അവിടെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അവൻ്റെ മേൽ വരികയാണ്. അതൊരു ശക്തിയായിട്ട്, മുദ്ര മാതിരിയല്ല, എന്നാൽ അതുപോലെ തന്നെ ഒരു പ്ലഡ്ജ് ഓഫ് ഇൻഹെറിറ്റൻസ് ആയിട്ടല്ല, അച്ചാരമായിട്ടല്ല, മറിച്ച് ഇതൊരു ശക്തിയായിട്ട് വീണ്ടും നിറവ് അവൻ്റെ മേൽ വരികയുണ്ടായി. നമ്മൾ അത് തന്നെ വീണ്ടും കാണുന്നുണ്ട് 31-ാമത്തെ വാക്യം, 4-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യത്തിൽ. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. സ്തോത്രം. അങ്ങനെ അത് ദൈവത്തിൻ്റെ ആ ഒരു ശക്തി, അത് അവനെ വീണ്ടും ആ ശക്തി വരുമ്പോഴെല്ലാം എന്താ ഉണ്ടാകുന്നത്? വരുമ്പോഴെല്ലാം അവൻ ഉറച്ച ശബ്ദത്തോടെ, അല്ലെങ്കിൽ ഉറക്കെ, അല്ലെങ്കിൽ നേരെ നോക്കി, എൻ്റെ വാക്ക് കേൾക്കുവിൻ, അതുപോലെ തന്നെ നിങ്ങൾ പറയരുത്, സംസാരിക്കരുത് എന്ന് പറയുന്നിടത്ത് അതിന് വിപരീതമായിട്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് അവരെന്തോ ചെയ്യുന്നു? അധികാരത്തോടെ അല്ലെങ്കിൽ കൂടുതൽ ശക്തിയോടെ അവർ ദൈവവചനം അവർ പറയാൻ തുടങ്ങി. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ദാനമായിരിക്കുന്ന ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മിൽ ദൈവ വചനത്തെ പറയുവാനായിട്ട്, സത്യങ്ങളെ വിളിച്ചു പറയുവാനായിട്ട്, നേരെ നോക്കി പറയുവാനായിട്ടുള്ള ഒരു വലിയ പ്രേരണ നമ്മുടെ ഉള്ളിൽ കിട്ടും. ആമേൻ, ഹല്ലേലൂയ. ഞാൻ ചിന്തിക്കട്ടെ, ആ സമയത്താണത് ലഭിച്ചതെങ്കിലും കഴിഞ്ഞ ചില നാളുകളായി, ചില മാസങ്ങളായി എൻ്റെ ഉള്ളിൽ ഒരു വലിയ ഒരു ബലം എന്ന് ഞാൻ ബോസ്റ്റ് ചെയ്യല്ല, പക്ഷേ അല്ലെങ്കിൽ ദൈവരാജ്യത്തിന് വേണ്ടി പറയണം, ദൈവരാജ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ സത്യം പലരോടും അറിയിക്കണമെന്നുള്ള ഒരു വലിയ ഒരു പ്രഷർ അത് എൻ്റെ ഉള്ളിൽ വരുവാൻ ചില മാസങ്ങളായിട്ട് അതുണ്ട്. ചില സ്റ്റെപ്പുകൾക്ക് വെക്കാൻ കാരണം അതായിരുന്നു. എന്നാൽ അതിൻ്റെ ഒരു വലിയ ഒരു കൺഫർമേഷൻ എന്നോണം ഈ പത്രോസ് ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ അഭിഷേകം അവൻ്റെ മേൽ വീണ്ടും വന്നപ്പോൾ അവനുണ്ടായ മാറ്റങ്ങൾ അത് എന്നെ ഹല്ലേലൂയ വളരെയധികം ബലപ്പെടുത്തുവാനിടയായി തീർന്നു. അപ്പോൾ എനിക്കൊരു ധൈര്യം പകരുകയാണല്ലോ. ഇതാണ് എൻ്റെ ചിന്ത വന്നത്. ഞാൻ ഇവിടെ ഉണ്ടായ അനുഭവങ്ങളാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ, പ്രസംഗമായിട്ട് പറയുന്നുണ്ടെങ്കിലും. അങ്ങനെ ഇത് ബിൽഡപ്പായിട്ട് അതിൻ്റെ സോഴ്സ് നോക്കിയപ്പോൾ ഇത്രയും വലിയ ശക്തിയാണ് എൻ്റെ മേൽ പകരുന്നത്. ഞാൻ ഏതുമല്ല, എന്നാൽ അവൻ ആ വില കൊടുത്ത് ആ ശക്തി എൻ്റെ മേൽ പകരുന്നു. മാത്രമല്ല, ആ ശക്തി ലഭിക്കുമ്പോൾ ഞാൻ ആരാകുന്നു? ഹല്ലേലൂയ. ഒരു സാധ്യതയും ഇല്ലാത്തിടത്ത് ബലഹീനനായ എന്നെ അവൻ എന്തോ ചെയ്യുന്നു? എന്നെ ബലപ്പെടുത്തുന്നു. ഹല്ലേലൂയ. മറ്റുള്ളവരോട് സംസാരിപ്പാൻ തക്കവണ്ണം, ദൈവവചനം അത് പ്രസ്താവിപ്പാൻ തക്കവണ്ണം എന്നെ ബലപ്പെടുത്തുന്നു. ഇത് എല്ലാ മനുഷ്യനും ഉള്ളതാ. അതുകൊണ്ടാണ് പറഞ്ഞത് എന്തെന്ന്? ഹല്ലേലൂയ. എൻ്റെ പിതാവ് പറഞ്ഞ വാഗ്ദത്തം നിങ്ങൾ എന്നോട് കേട്ടത് ഞാൻ നിങ്ങൾക്ക് തരുന്നത് വരെ നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യണം. ഇതിലൂടെ ഹല്ലേലൂയ നമുക്കൊരു അനുഭവം ഒരു ഇതും കിട്ടിയത് മാത്രം പോരാ. എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ ഹല്ലേലൂയ വീണ്ടും ഇളകുന്ന അല്ലെങ്കിൽ ശക്തിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ദൈവനാമത്തിന് വേണ്ടി, ദൈവവചനത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു വലിയ ഉണർവ് നമ്മുടെ ഉള്ളിൽ സംഭവിക്കും. ഹല്ലേലൂയ. അതെനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതിൻ്റെ ആ ക്രോണിക്കിൾസിലെ യേഹൂവിൻ്റെ മേൽ പകർന്ന ആ അഭിഷേകത്തെക്കുറിച്ച് പറയുവാനിടയായി തീർന്നത്. സ്തോത്രം. ആ അഭിഷേകം ഒരു പർപ്പസിന് വേണ്ടി, ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി നമ്മെ എന്ത് ചെയ്യുന്നു? അവൻ ഹല്ലേലൂയ ബലപ്പെടുത്തുന്നു. ആ യേഹൂ എന്ന് പറയുന്ന വ്യക്തിയോട് പറയുകയാണ്, നീ ഇങ്ങനെ ചെയ്തോ. അവൻ അങ്ങ് പോയി എത്ര പേരെ അവൻ കൊന്നുമുടിച്ചു, അല്ലേ? അവൻ ഒരു പ്രതീക്ഷയുമില്ലാത്തിടത്ത്, ഒരു സാധ്യതയുമില്ലാത്തിടത്ത് ജെസബേലിനെ തള്ളി താഴിടാൻ പറയുമ്പോൾ ജെസബേലിൻ്റെ ചേവകരാണ് അല്ലെങ്കിൽ ഗാഡ്സ് ആണ് അവളെ തള്ളി താഴെയിടുന്നത്. ആരാണ് ഈ പറയുന്നത്? സ്തോത്രം. ഞാൻ പറയുന്നത് ഒരു സാധ്യതയും ഇല്ലാത്തിടത്ത്. എന്താ കാരണം? ചില പർപ്പസിന് വേണ്ടി
അവൻ ഒരു അഭിഷേകം തന്നിട്ടുണ്ട്. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ മേൽ പകരുന്ന ഈ ആത്മാവ്, ഹല്ലേലൂയ, അത് നമ്മെ ചില പർപ്പസിന് വേണ്ടി, ചില ഉദ്ദേശങ്ങൾക്ക് വേണ്ടി അവൻ നമുക്ക് നൽകി തരുന്നതാണ്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ഇതിങ്ങനെ ബിൽഡപ്പായിട്ട് വരികയാണ്. അതും കൂടെ പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങ് താങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോഴാണ് മനസ്സിലായത്, യേശു വിളിച്ചു പറഞ്ഞല്ലോ, എപ്പോൾ? ഉത്സവത്തിൻ്റെ 1-ാം നാള്, ഒടുക്കത്തെ നാള്, 7:38 ജോൺ അവിടെ പറഞ്ഞു. എന്താ പറഞ്ഞത്? അത് എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തുകൾ പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഇത് പിന്നീട് പറയുന്നുണ്ട്. എന്തിനെ കുറിച്ചാണ് പറയുന്നത്? അവൻ നാം പകരാനുള്ള പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറയുന്നത് എന്ന്. അപ്പോൾ ഈ പറയുന്ന വാഗ്ദത്വം, നാം യേശുവിൽ നിന്ന് കേട്ട വാഗ്ദത്വം, അത് ചുമ്മാ വന്ന് പോകുന്നതല്ല. ഹല്ലേലൂയ. അത് എല്ലാവരുടെ മേലും വരേണ്ടതാണ്, എല്ലാവർക്കും കിട്ടേണ്ടതാണ്. അത് ഹല്ലേലൂയ, അതിനെന്തുണ്ട്? അത് നമുക്ക് സീലായിട്ടും അല്ലെങ്കിൽ മുദ്രയായിട്ടും അല്ലെങ്കിൽ അതൊരു പ്ലഡ്ജിൻ്റെ ഫോമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ മേൽ ആവസിക്കുന്ന ഒരു സ്പിരിറ്റായിട്ടൊക്കെ അത് നിൽക്കാം. പക്ഷേ അത് നമ്മെ എന്തു ചെയ്യും? വീണ്ടും വീണ്ടും വളർത്തും. അതുപോലെ തന്നെ അത് നമ്മെ വളരെ ഒരു വലിയ ബോൾഡ്നെസ് നമുക്ക് തരും. അതും കൂടാതെ എന്തുണ്ടാകും? ചില പർപ്പസുകൾ നമ്മിലൂടെ നടത്തപ്പെടുവാനിടയായിത്തീരും. അപ്പോൾ ഇത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് എന്ന് അത് പറയുകയുണ്ടായി. ഉള്ളിൽ നിന്ന് വരുന്നതാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ എനിക്ക് ഇത് പുറത്തേക്ക് വരാൻ പറ്റുന്നില്ലല്ലോ. കാരണം മറ്റത് പലപ്പോഴും ഞാൻ അന്യഭാഷ പറയാം, പക്ഷേ ആ സമയത്ത് അതുപോലും പറയാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു വലിയ പ്രഷർ ബിൽഡപ്പായി നിൽക്കുകയാണ്. എന്നാൽ ഒരു കാര്യം ഞാൻ കണ്ടു, ഇത് എൻ്റെ ഈ അനുഭവം അത് നിൽക്കുന്നില്ല. പലപ്പോഴും ഞാൻ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വന്ന് കുറച്ച് സമയം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് മാറി. എന്നാൽ അന്നത്തെ അനുഭവം എന്ന് പറയുന്നത് അത് സ്റ്റോപ്പാവുന്നില്ല. ഇത് കണ്ടപ്പോൾ എനിക്ക് അതിയായ സന്തോഷമായി. ഇത് നിൽക്കുന്നില്ലല്ലോ, ഇറ്റ് കണ്ടിന്യൂസ് ടു ഇൻക്രീസ്, ബിൽഡിങ് അപ്പ്. അങ്ങനെ നോക്കുമ്പോൾ ഒറ്റ കാര്യം മാത്രം സംഭവിക്കുന്നു, എനിക്ക് പറയാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ പക്ഷേ എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, കരച്ചിൽ മാതിരി വന്നുകൊണ്ടിരിക്കും. അത് മാത്രമാണ് ഇത് റിലീസാക്കുന്നത്. സ്തോത്രം. ഞാൻ ദൈവത്തോട് വളരെ നന്ദി പറഞ്ഞു. കാരണം ഹല്ലേലൂയ, ഇത്രയും ഈ ശക്തി ഞാൻ അത് അനുഭവിച്ചില്ലായിരുന്നെങ്കിൽ, ഞാൻ രുചിച്ചറിഞ്ഞില്ലായിരുന്നെങ്കിൽ, ഈ സ്വർഗത്തിൻ്റെ ശക്തി ഞാൻ ഈ ഭൂമിയിൽ അത് വേണ്ടതുപോലെ അനുഭവിച്ചില്ല എങ്കിൽ എത്ര നഷ്ടമാണെന്ന് നോക്കിക്കേ. യേശു അതുകൊണ്ടല്ലേ പറഞ്ഞ്, നീ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യണം. കാരണം ഇത് സ്വർഗത്തിൻ്റെ ശക്തിയാ. സ്തോത്രം. അത് സ്വർഗത്തിൻ്റെ ശക്തി ഈ ഭൂമിയിൽ വെച്ച് ഞാനും നിങ്ങളും അനുഭവിച്ച് അതിൻ്റെ എംപവർമെൻറ്റ് നേടി ഞാനും നിങ്ങളും എന്തു ചെയ്യണം? കർത്താവിൽ ബലപ്പെട്ട് അത് ഹല്ലേലൂയ ധൈര്യത്തോടെ പ്രഖ്യാപിക്കുന്നവരായിട്ട് ഹല്ലേലൂയ ചില പർപ്പസുകൾ നമ്മിലൂടെ നടക്കുവാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കത്തക്ക വണ്ണം ഹല്ലേലൂയ അത് നമ്മിൽ പകരുവാൻ അവൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കതിന് ആഗ്രഹമില്ല എങ്കിൽ നമ്മൾ എവിടെയോ തെറ്റിപ്പോയിട്ടുണ്ട്. നമുക്കത് പ്രാപിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് എന്തോ സംതിങ് സംഭവിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. കാരണം ഇത്രയും വലിയ ശക്തി, ഇത്രയും വലിയ പവർ, ഇത്രയും വില കൊടുത്തത് ഞാനും നിങ്ങളും പ്രാപിച്ചില്ല എങ്കിൽ, അത് ഏറ്റെടുത്തില്ല എങ്കിൽ, അതിന് ദാഹിച്ചില്ല എങ്കിൽ നമുക്ക് നഷ്ടമാ ദൈവ മക്കളെ. നമുക്കത് വേണം. ഹല്ലേലൂയ. സ്തോത്രം. അത് നമ്മെ നടത്തണം, ആ ശക്തി നമ്മെ നടത്തണം. ഇനി എന്താ ഈ ആത്മാവ്? ആ സമയത്താണ് ചിന്ത വന്നത്, എന്താണ് ഈ ആത്മാവ്? റോമർക്ക് എഴുതിയ ലേഖനം 8:11 പറയുന്നുണ്ട്. എന്താ പറഞ്ഞത്? യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ്. ഉയർപ്പിച്ചവന്റെ ആത്മാവ്. ഹല്ലേലൂയ. അതെന്നെ വീണ്ടും ഈ സമയത്ത് ചിന്തിച്ച കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഉയർപ്പിച്ചവന്റെ ആത്മാവ്, എൻ്റെ പിതാവിൻ്റെ ആത്മാവിനെ തന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ ഈ കാണുന്ന ശക്തി ഇല്ലെങ്കിലാണ് അതിലെന്തോ കുഴപ്പമുണ്ട്. ഞാൻ ചിന്തിച്ചു, അയ്യോ ഇത്ര നാൾ ഞാനിത് ഇങ്ങനെ അനുഭവിച്ചിട്ടില്ല. എനിക്കറിയാം ഇതുകൊണ്ടായിട്ടില്ല, ഇതിലും ഹയർ ലെവൽസ് ഉണ്ട്. പക്ഷേ എനിക്ക് ലഭിച്ചത് ഇതുവരെയും ലഭിക്കാത്തൊരു അനുഭവമായതുകൊണ്ട് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നു. ബട്ട് ഐ നോ, ഇത്രത്തോളം തരാൻ കഴിഞ്ഞവൻ അവൻ്റെ ആത്മാവാണെങ്കിൽ, എൻ്റെ പിതാവിൻ്റെ ആത്മാവാണെങ്കിൽ, ആ ആത്മാവ് ഇതിലപ്പുറം നമുക്ക് വേണ്ടി ചെയ്യും. ഹല്ലേലൂയ. ഇത് നമുക്ക് വേണ്ടി അവൻ ഒരുക്കി വെച്ചതാ. ഹല്ലേലൂയ. 120 പേരുണ്ട്. അവരോട് പറയാൻ നിങ്ങളിത് കിട്ടിയിട്ടേ പോകാവൂ. ഞാൻ വിചാരിക്കുന്നു 120 പേരും കിട്ടി. നമുക്ക് 120 പേരൊന്നുമില്ല. ഹല്ലേലൂയ. സ്തോത്രം. എങ്കിലും നമുക്ക് എല്ലാവർക്കും ഈ അനുഭവം ഉണ്ടാകണം. നിങ്ങളെ അത് അനുഭവിച്ചിട്ടുള്ളവരുണ്ടാകാം. സ്തോത്രം. ഇപ്പോൾ കിട്ടിയവരുണ്ടാകാം. ഇല്ല എങ്കിൽ ഞാനൊന്ന് പറയട്ടെ, നിങ്ങളെ അവൻ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. വെറും ചില എന്താ പറയുക, ചില അനുഭവങ്ങൾ മാത്രമല്ല, മറിച്ച് ഒരു റിയൽ എംപവർമെൻറ്റ് നമുക്ക് ലഭിക്കണം. ഇത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണെന്നേ. ഇത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. എനിക്കും നിങ്ങൾക്കുള്ള വാഗ്ദത്തമാണ്. ഞാനും നിങ്ങളും ഇത് പ്രാപിച്ചിട്ടേ പോകാൻ പാടൂ. ഹല്ലേലൂയ. നമുക്കത് ലഭിച്ചേ മതിയാകൂ.
എല്ലാവരുടെ മേലും പകരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പകർന്നിട്ടേ അത് പോകത്തുള്ളൂ. സ്തോത്രം. അതിവിടെ ഈ ഭൂമിയിൽ നമ്മൾ അനുഭവിക്കണം. സ്വർഗത്തിൽ പോയിട്ട് അനുഭവിക്കുന്ന കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. ഈ ഭൂമിയിൽ ആ ശക്തി രുചിച്ചറിഞ്ഞവർ പിന്നെ അതാ പിന്നെ ചെയ്യുക. എന്തുകൊണ്ടാണ് പത്രോസ് വീണ്ടും വീണ്ടും ആ ആത്മാവിൽ നിറയാൻ കാരണം? അവന് മനസ്സിലായി, ഹല്ലേലൂയ, ഞാനൊന്ന് കണക്ട് ചെയ്താൽ മതി, ഞാനൊന്ന് ദൈവവുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി, എൻ്റെ ഉള്ളിൽ ആ ശക്തി വന്ന് നിറയും. പിന്നെ എനിക്ക് അസാധാരണമായ ബോൾഡ്നെസ് കിട്ടും. അല്ലേ? യേഹൂവിനോട് ചോദിച്ചാൽ പറയും, ഞാൻ അതിനൊന്നും കരുതിയിരുന്നവനല്ല, പക്ഷേ ഈ ശക്തിയെ വന്ന് നോക്കിയപ്പോൾ ഹല്ലേലൂയ, ഞാൻ ഓടിക്കയറുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമുക്ക് തരും. ഇനി അത് നമ്മുടെ പിതാവിൻ്റെ സ്പിരിറ്റാണ്. ഇനി മറ്റൊരു കാര്യം കൂടെ ചിന്തയിൽ വന്നതാണ്. യോഹന്നാൻ 16:13-14 വായിച്ചാട്ടെ. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അയച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. അപ്പോൾ യേശുവിൻ്റെ മഹത്വത്തിനായിട്ട് എന്താ ചെയ്യുന്നത്? എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. അതുകൊണ്ടാണ് നമുക്ക് യേശുവിനെ ഉയർത്താൻ പറ്റുന്നത്. യേശുവിൽ ഉള്ളതിൽ നിന്ന് എടുത്ത് നമുക്ക് പകരുന്നതാണ്. അതിനെക്കുറിച്ച് പറയുന്നത് പിതാവിൻ്റെ ആത്മാവാണ്. യേശുവിനുള്ളതിൽ നിന്ന് എടുത്ത് നമുക്ക് തരുന്നതാണ്. ഇതാണ് പിതാവിൻ്റെ വാഗ്ദത്വം. ഇതാണ് നമുക്ക് വേണ്ടത്. ഇതാണ് നമ്മെ നടത്തേണ്ടത്. ഈ ശക്തിയാലായിരിക്കണം ഞാനും നിങ്ങളും ജീവിക്കുക. നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ ജീവിച്ചാൽ നടക്കത്തില്ല, നമ്മൾ തോറ്റുപോകത്തേ ഉള്ളൂ. സ്തോത്രം. ഒരു ദിവസമുണ്ട്, എല്ലാം വിളിച്ച് കാണിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തേക്ക് നമ്മൾ നോക്കണമെങ്കിൽ നമ്മുടെ ബുദ്ധി കൊണ്ട് ജീവിച്ചത് പോരാ, നമ്മുടെ പ്രയത്നം കൊണ്ട് പോരാ, മറിച്ച് ആത്മാവിൻ്റെ ശക്തി കൊണ്ട്. പിതാവ് ഇത്രയും വില കൊടുത്ത്, പുത്രൻ ഇത്രയും വില കൊടുത്ത് നമുക്ക് വേണ്ടി തന്ന ആ ആത്മാവിൻ്റെ ബലത്തോടെ ജീവിക്കണം. നമുക്ക് ഹല്ലേലൂയ മുദ്രയായിട്ടുണ്ട്, അച്ചാരമായിട്ടുണ്ട്, ഹല്ലേലൂയ നമുക്ക് തന്നിട്ടുണ്ട്. എന്നാലേ മാത്രമല്ല ഓരോ സന്ദർഭങ്ങളിലും നമ്മെ ബലപ്പെടുത്തുന്ന ആ ആത്മാവുണ്ട്. മാത്രമല്ല നമ്മിലൂടെ ചില പ്രത്യേക ഹല്ലേലൂയ ഉദ്ദേശങ്ങൾ സാധിപ്പിക്കുന്ന ആ ആത്മാവാണ് നമുക്ക് തന്നിരിക്കുന്നത്. സ്തോത്രം. ആ ആത്മാവിനെ നമ്മൾ പ്രാപിച്ച് ബലപ്പെട്ട് മുന്നേറേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഞാൻ പറയട്ടെ, ഞാനിത് പറയുമ്പോൾ തന്നെ ഹല്ലേലൂയ നമ്മുടെ സഭ എല്ലാവരും തന്നെ ഇത് അനുഭവിക്കണം. ആമേൻ. നമ്മൾ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ ആ ആഗ്രഹത്തോടെ ആയിരിക്കണം, പരസ്പരം എൻകറേജ് ചെയ്യുന്നവരായിരിക്കണം. സ്തോത്രം. ആമേൻ. ഓരോ വ്യക്തിയിലും ഉണ്ടാകുന്ന 3 കാര്യങ്ങൾ ദൈവവചനത്തിൽ നിന്ന് നിങ്ങളെ അറിയിച്ചിട്ട് ഇരിക്കുവാൻ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. കർത്താവ് സഹായിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ശക്തിയാണ്. കാരണം പിതാവിൻ്റെ സ്പിരിറ്റാണ്. അതുമാത്രമല്ല യേശുവിൽ നിന്നുള്ളത് എടുത്ത് നമുക്ക് തരുന്നതാണ്. അതുകൊണ്ട് അതിൻ്റെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇറ്റ് മോർ ദാൻ വാട്ട് വി ക്യാൻ മെഷർ. അതിലെ 8:11 റോമർക്ക് പറഞ്ഞിരിക്കുന്നത് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് എന്നാണ്. ഇന്ന് ആ യേശു മാത്രമേ ഉയർത്തിട്ടുള്ളൂ. ആ ഒറ്റ സംഭവം നടന്നത് ഈ ആത്മാവിൻ്റെ ശക്തിയാലാണ്. ആ ആത്മാവാണ് എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ ഇരിക്കുന്നത് എന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. അതിൻ്റെ ശക്തിയെക്കുറിച്ചോ അതിൻ്റെ സ്തോത്രം അതിൻ്റെ നിർമ്മലതയെക്കുറിച്ചോ നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾ സംശയിക്കേണ്ട കാര്യമില്ല. നമ്മൾ ജയത്തോടെ നടന്നില്ല എങ്കിൽ, ഹല്ലേലൂയ ധൈര്യത്തോടെ പറഞ്ഞില്ല എങ്കിൽ നമ്മൾ എന്തോ കുറവ് നമുക്കുണ്ട്, നമ്മൾ വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ല എന്നേ വരത്തുള്ളൂ. 3 കാര്യങ്ങൾ അവിടെ നമുക്ക് ചെയ്യാൻ. ഒന്ന്, നമ്മുടെ ഉള്ളിൽ നമുക്ക് എന്ത് തരുന്നു? ആ ബോൾഡ്നെസ് തരുന്നു. ഇൻഡിവിജ്വലായിട്ടാണ് ഞാൻ പറയുന്നത്. എന്ത് തരുന്നു? നമുക്കൊരു ബോൾഡ്നെസ് ദൈവം തരും. ആമേൻ. ഹല്ലേലൂയ. എത്ര പേർക്ക് ആ ബോൾഡ്നെസ് ഉണ്ട്? ഞാൻ കൈയൊന്നും പൊക്കണ്ട കേട്ടോ. ഉണ്ടെങ്കിൽ നിങ്ങൾ ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നടക്കുന്നത്. ഇതുവരെ ഇല്ലാത്ത ഒരു ബോൾഡ്നെസ്, മറ്റുള്ളവരോട് പറയുവാനായിട്ട്, കർത്താവിനെ കുറിച്ച് പറയുവാനായിട്ട്, ഹല്ലേലൂയ ചില കാര്യങ്ങളെ നേരിടുവാനായിട്ട്, ഹല്ലേലൂയ സ്തോത്രം. അതുപോലെ തന്നെ ചില ബോധ്യങ്ങൾ എന്നെ ചിലതിനായിട്ട് ദൈവം ആക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള ചില ബോധ്യങ്ങൾ ദൈവം തരുന്നുണ്ടെങ്കിൽ അതിനെ ബിൽഡപ്പ് ചെയ്തോണം. ദൈവത്തിൻ്റെ ആത്മാവാണ് നമുക്ക് തരുന്നത്. ഹല്ലേലൂയ അത് ശക്തിയുള്ള ആത്മാവാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഉയരത്തിൽ നിന്നുള്ള ശക്തി ലഭിക്കുവോളം നിങ്ങൾ ഹല്ലേലൂയ ഇവിടെ നിൽക്കണം. ആ ശക്തി ലഭിച്ചിട്ട് നിങ്ങളോ ലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. അപ്പോസ്തലപ്രവൃത്തി 1:8. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ അതെന്ത് ചെയ്യണം? സംഭവിക്കണം. നമ്മുടെ ഉള്ളിൽ സംഭവിച്ചതാണ് നമ്മൾ നേരത്തെ കണ്ടതുപോലെ പത്രോസ് ഉറക്കെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്. എഴുന്നേറ്റ് നിന്ന്
ആ ശക്തിയാണ്. അതാണ് അപ്പോസ്തലർ 4:8 പറഞ്ഞത്. ഹല്ലേലൂയ. അവൻ എന്ത് ചെയ്തു? ആത്മാവ് നിറഞ്ഞവനായി അവരെന്ത് ചെയ്തു? അവരോട് പറഞ്ഞത് മതി. അപ്പോൾ അതിന് ആത്മാവിൻ്റെ നമ്മെ നടത്തേണ്ടുന്നതാണ് അതെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് ചോദിച്ചു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ എന്ന് ചോദിച്ചു. ചുമ്മാ എന്തെങ്കിലും ഒരു ഇത് കിട്ടിയോന്നല്ല. നിങ്ങളെ പിന്നീട് വഴി നടത്തേണ്ടത് ഈ പരിശുദ്ധാത്മാവായതുകൊണ്ടാണ് ചോദിക്കുന്നത്. അത് ലഭിച്ചോ ഇല്ല എന്ന് പറഞ്ഞാൽ അത് സാരമില്ല, അടുത്ത പ്രാവശ്യം ആവട്ടെ എന്ന് പറയല്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ ഹല്ലേലൂയ ആ ശക്തിയാൽ അവരെ നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഞാനും നിങ്ങളും പ്രാപിച്ചും അതിനെ ശക്തിയോടെ അത് അനുഭവിച്ചും അതിൻ്റെ പ്രവൃത്തികൾ നമ്മൾ വെളിപ്പെട്ടും ജീവിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അപ്പോൾ ഇതെന്താണ്? അത് ഇൻറ്റേർണലാണ്. അവരോട് നിങ്ങൾ ഇനി ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് അവരെ ശാസിച്ചു. 4-ാം അധ്യായത്തിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ അല്ലേ, ഈ നാമത്തിൽ ഇനി ആരോടും പറയരുത് എന്ന് പറഞ്ഞപ്പോൾ എന്തുണ്ടായെന്ന് പറഞ്ഞിരിക്കുന്ന 31 അവർ ആത്മാവ് 4:31 പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. അപ്പം പറയരുത് എന്ന് പറഞ്ഞിടത്ത്, ആമേൻ, നിങ്ങളിനി ഈ നാമത്തിൽ ഇനി ഒന്നും മിണ്ടരുതെന്ന് പറഞ്ഞിടത്ത് അവർ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ അതിന് നേരെ വിപരീതമാണ്. അവർ ധൈര്യത്തോടെ പറഞ്ഞു. ഈ ധൈര്യം എനിക്ക് നിങ്ങൾക്കും വേണമെന്നേ. നമ്മൾ പഠിച്ചവരാണോ, നമുക്ക് നല്ല പൊസിഷൻ ഉണ്ടോ എന്നൊന്നല്ല ദൈവം നോക്കുന്നത്. ആത്മാവുണ്ടെങ്കിൽ ധൈര്യത്തോടെ, ഇതുവരെയും ഇല്ലാത്ത ഒരു ധൈര്യം, ഇതുവരെയും ഇല്ലാത്ത ഒരു കാഴ്ചപ്പാട്, ഇതുവരെയും ഇല്ലാത്ത ഹല്ലേലൂയ ഒരു ഉണർവ് ദൈവം നമുക്ക് തരും. പരിശുദ്ധാത്മാവിൻ്റെ നിറവാണ്. സ്തോത്രം. ഞാനത് അനുഭവിച്ചത് കൊണ്ട് പറയുകയാണ്, അതുണ്ട്. സ്തോത്രം. ഇനി അത് ഇൻറ്റേർണൽ ആണെന്ന് മാത്രവുമല്ല. അപ്പോൾ പത്രോസിനെ സംബന്ധിച്ചിടത്തോളം ദ ഫിയർഫുൾ ബിക്കെയിം എ ഫിയർലെസ് പേഴ്സൺ. ആമേൻ. ഹല്ലേലൂയ. Just because of the anointing of Holy Spirit. വേറെ ഒന്നുമല്ല. അത് നമുക്ക് ആ ചരിത്രവും അതെല്ലാം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. The fearful man became a fearless person standing ahead for Christ. ഹല്ലേലൂയ. നമ്മ എല്ലാവരെയും കുറിച്ച് ചിന്തിച്ച കാര്യമാണ് ദൈവം ഇത്. ക്രൂശിൽ അവൻ എന്നെ ഓർത്തു എന്ന് പറയുമ്പോൾ അവൻ ചിന്തിച്ചത് ഇങ്ങനെയുള്ള ഒരു ചാക്കോയും അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ആരെയാ പറയണ്ടേ? ജെയിംസിനാണോ പറയണ്ടേ? സുജിൻ പറയാ എന്നെ പറയാന്ന്. ആമേൻ. ഒന്ന് കൈകളടിച്ച് സുജിനെ ഒന്ന് എൻകറേജ് ചെയ്താട്ടെ. വി നീഡ് സച്ച് പീപ്പിൾ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സുജിൻ പറയാ എൻ്റെ പേര് അവിടെ ഒന്ന് വെക്കണേന്ന്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മെക്കുറിച്ച് സുജിന് ഞാൻ പറയുക തന്നെ ചെയ്യുന്നത്. ഹല്ലേലൂയ. ദൈവം ഈ വില കൊടുത്തത് ഞാനും നിങ്ങളും ഹല്ലേലൂയ അതിൻ്റെ ശക്തിയോടുകൂടെ നമ്മുടെ ഉള്ളിൽ ആ ബലത്തോടെ നടക്കണം. അതിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടണം. ചില പർപ്പസുകൾ നടക്കണമെന്നത് കൊണ്ട് തന്നെയാണ്. ഹല്ലേലൂയ. കർത്താവ് അത് ചെയ്യും. രണ്ടാമത് പറയുന്നത് അത് ദ പവർ അറൗണ്ട് അസ്, പവർ വിതിൻ അസ്. ഒന്ന്, നമ്മുടെ ഉള്ളിലുള്ള ശക്തി അത് ബോൾഡ്നെസ് ആയിട്ട് വരും. ആ പവർലെസ് ബിക്കം പവർഫുൾ. ഹല്ലേലൂയ. അല്ലേ? ഫിയർഫുൾ ബിക്കം ഫിയർലെസ്. ആമേൻ. അതാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. രണ്ടാമത് അറൗണ്ട് അസ്. അതെങ്ങനെയാ? ഞാൻ നിങ്ങളോട് പറയട്ടെ, ആത്മാവ് പ്രാപിച്ച് ബലത്തോടെ നടക്കുന്നവരുടെ ചുറ്റും ഒരു 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 ഫീൽഡുണ്ട്. ഞാനും നിങ്ങൾ മനസ്സിലാക്കണം. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിലുണ്ട് ആ ബലം. നിങ്ങൾക്കറിയണം. നിങ്ങൾ മറ്റൊന്ന് മനസ്സിലാക്കണം. നിങ്ങൾക്ക് ചുറ്റും ഒരു വലയം ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ ചുറ്റും ദൈവത്തിൻ്റെ ആത്മാവിൽ നിറയുന്ന ദൈവ പൈതലെ, നീ കൈവച്ചാൽ ചിലത് നടക്കും. ഹല്ലേലൂയ. നീ പ്രാർത്ഥിച്ചാൽ ചിലത് നടക്കും. കാരണം നിന്റെ ചുറ്റും അവൻ ഒരു ഹല്ലേലൂയ ഒരു വലയം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി എന്താ പറഞ്ഞേ? ഹല്ലേലൂയ. വായിച്ചട്ടെ 5:15. രോഗികളെ പുറത്തു കൊണ്ടുവന്നു. പത്രോസ് കടന്നു പോകുമ്പോൾ അവന്റെ നിഴലെങ്കിലും അവരിൽ വല്ലവരുടെയും മേൽ വീഴേണ്ടതിന് വീഥികളിൽ വിരിപ്പിന്മേലും കിടക്കമേലും കിടത്തും. നോക്കണേ, അവൻ്റെ നിഴൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നിഴൽ എന്താ ഉണ്ടാക്കുന്നത്? നിഴലെന്ന് പറഞ്ഞാൽ എന്താ? ഒരു വെളിച്ചം തട്ടുമ്പോൾ ഇവൻ്റെ ഷാഡോ ഇവിടെ വരുന്നത്. നമുക്കത് ഒരിക്കലും അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് തട്ടിയിട്ട് എന്തെങ്കിലും സംഭവിച്ചതെന്നുള്ളത്. എന്നാൽ അവിടെ സംഭവിച്ചത് എന്താണെന്നറിയാമോ? ഒരു കാര്യം ഉറപ്പാണ്. പത്രോസ് ദൈവവുമായിട്ടുള്ള ആഴമേറിയ ബന്ധത്തിലായപ്പോൾ അവൻ്റെ ഉള്ളിൽ ചില ഹല്ലേലൂയ സ്തോത്രം എന്തുണ്ടായി? അവൻ്റെ ഉള്ളിൽ ചില പ്രവൃത്തികൾ നടന്നു. അവൻ്റെ ഉള്ളിൽ ഒരു വലിയ ഒരു 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 പരിശുദ്ധാത്മാവിൻ്റെ ഒരു സാച്ചുറേഷൻ നടന്നു. ആ നടന്നപ്പോഴെന്തുണ്ടായി? അവന് ചുറ്റും
അവന് ചുറ്റും എന്തുണ്ടായി? ഒരു വലയമുണ്ടായി. നമ്മൾ പലയിടത്തും മാഗ്നറ്റിക് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ, അത് അതിൻ്റെ രശ്മികൾ അതിനെ പുറത്തിടുന്നുണ്ട്. ആ പ്രിൻസിപ്പിളാണ് ദൈവമക്കളെ. അതുകൊണ്ടാണ് നമ്മൾ ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിച്ച ഇന്നു മുതൽ നിങ്ങളത് പരിശ്രമിക്കണം. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് ചുറ്റും പത്രോസ് നടന്നപ്പോൾ ഷാഡോ ഉണ്ടാക്കി ടോർച്ചടിച്ച് ആരും ഷാഡോ ഉണ്ടാക്കണ്ട. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഷാഡോ അവർക്ക് സൗഖ്യം കൊടുത്തത്? എന്തുകൊണ്ടാണ്? ഷാഡോയ്ക്ക് ഒരു പ്രത്യേകതയൊന്നുമില്ല, പക്ഷെ പത്രോസിന് പ്രത്യേകതയുണ്ട്. പത്രോസിൻ്റെ ഉള്ളിൽ ചിലതുണ്ട്. അവൻ പറഞ്ഞത് എന്താണ്? സ്തോത്രം, ജന്മനാൽ മുടന്തനായ മനുഷ്യനോട് പത്രോസ് പറഞ്ഞു, സംതിങ് ഐ ഹാവ്. പൊന്നും വെള്ളിയല്ല, പക്ഷെ എൻ്റെ ഉള്ളിൽ സംതിങ് ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ പത്രോസിന് കിട്ടിയത് വേറെ ഒന്നുമല്ല, പരിശുദ്ധാത്മാവ് മാത്രമാണ്. അല്ലാതെ തലേദിവസം ആരും ബാങ്ക് അക്കൗണ്ട് ഒന്നും ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഇല്ല. അവന് മനസ്സിലായി എൻ്റെ ഉള്ളിൽ തന്നിട്ടുണ്ട് ആ ശക്തിക്ക്, ആ അനോയിൻറ്റിങ്ങിന് ഒരു പവറുണ്ട്. ഹല്ലേലൂയ. അത് എൻ്റെ പിതാവിൻ്റെ ആത്മാവാണ്, അത് യേശുവിൽ നിന്ന് എടുത്ത് തന്നതാണ്. അത് എനിക്ക് തന്നിട്ടുള്ളത് ചുമ്മാ ഞാൻ ആരാധിക്കുന്ന സമയത്ത് രണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ പറയാനുള്ളതല്ല, മറിച്ച് ഹല്ലേലൂയ അത് ദൈവം തക്ക സമയത്ത് ചില പ്രവർത്തിക്കുന്ന, ഇറ്റ് ഈസ് ഫോർ എ പർപ്പസ് എന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് പത്രോസ്. അതുപോലെ തന്നെയാണ് അതേ ആത്മാവാണ് ഹല്ലേലൂയ യേശുവിനെ ഉയർപ്പിച്ച അതേ ആത്മാവാണ് എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ എന്നിലൂടെയും നിങ്ങളുടെയും പത്രോസിലൂടെ എന്ത് നടന്നുവോ ഹല്ലേലൂയ അത് നടക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഇന്നു മുതൽ നമ്മൾ പ്രതീക്ഷിക്കണം, പ്രാർത്ഥിക്കണം, അങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞ് ഹല്ലേലൂയ ആ രോഗിയായ സ്ത്രീ അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടതുപോലെ ഹല്ലേലൂയ പത്രോസ് ആ മുടന്തനെ കൈപിടിച്ച് ഉയർത്തിയതുപോലെ ചിലരെ കൈപിടിച്ച് ഉയർത്തുവാൻ എന്നെയും നിങ്ങളെയും ദൈവം ഇന്ന് സഹായിക്കട്ടെ. അവൻ്റെ നിഴൽ തട്ടിയപ്പോൾ അവർക്കെല്ലാവർക്കും സൗഖ്യം വന്നു. അവന് ചുറ്റും എന്തുണ്ടായിരുന്നു? ഒരു ഫീൽഡ് ദൈവം ഉണ്ടാക്കി. അവിടെ പറയുന്നത് ഈ ഒരു ഫീൽഡ് അവിടെ കാണിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ആ സ്തോത്രം അവനുമായിട്ടുള്ള ആ ഒരു ക്ലോസ്നെസ്സിനെയാണ് കാണിക്കുന്നത് ഷാഡോ എന്ന് പറയുന്നത്. അല്ലാതെ ആ ഷാഡോയുടെ പ്രത്യേകതയല്ല. അവൻ്റെ ചുറ്റും ഒരു ശക്തി നിറഞ്ഞു നിന്നിരുന്നു. അപ്പോൾ ഈ കാണുന്ന അത് മാത്രം, ശക്തി മാത്രം പോരാ, പിന്നെന്തുണ്ടായിരുന്നു? ഈ വരുന്നവരുടെ വിശ്വാസം. ആ വാക്യങ്ങൾ നമ്മൾ വായിക്കുകയാണെങ്കിൽ നമുക്കവിടെ മനസ്സിലാക്കുവാൻ കഴിയും. അനേകർ എന്ത് ചെയ്തു എന്നറിയാമോ? അവർ കൊണ്ടുവന്ന് പത്രോസ് പോകുന്ന വഴിയിൽ കിടത്തുവാണ്. എന്തിനാണ്? അവരാണ് മനസ്സിലാക്കിയത് ഇവൻ്റെ ഷാഡോ എങ്കിലും തട്ടിക്കഴിഞ്ഞാൽ സൗഖ്യം വരുമെന്ന്. അവരുടെ വിശ്വാസമാണത്. അവിടെ പറയുന്നത് ഹല്ലേലൂയ അവനോട് അടുത്ത് കൊണ്ടുവരും, അവൻ്റെ ഷാഡോയെങ്കിലും തട്ടണം. അത് കുറച്ച് ദൂരമേ ഉള്ളൂ. ഇവർ കൊണ്ടുവന്നിട്ട് എന്തോ ചെയ്യും? ആ ഷാഡോ എവിടെ പോകുന്നിടത്ത് ഇട്ട് കഴിഞ്ഞാൽ ആ ഷാഡോ തട്ടിയിട്ട് ഹല്ലേലൂയ അവന് സൗഖ്യം കിട്ടണം. അവർക്കെല്ലാവർക്കും സൗഖ്യം വന്നു എന്നും പറയുന്നു. കാരണം ആ രണ്ട് കാര്യം അവിടെ നടന്നു. ഒന്ന്, അവൻ്റെ ഉള്ളിൽ നിന്ന് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ആ നിറവിൽ ഹല്ലേലൂയ ചില ഫീൽഡ് അല്ലെങ്കിൽ ഒരു വലിയ ശക്തിയുടെ ഒരു ചുറ്റ് അവൻ്റെ മേലുണ്ടായിരുന്നു. രണ്ട്, ആരെല്ലാം വിശ്വാസത്തോടെ അവൻ്റെ അടുക്കൽ വന്നോ അവർക്കത് ലഭിക്കുവാനിടയായി തീർന്നു. സ്തോത്രം. ഇത് പത്രോസിന് ഇനി ആരും നിഴലുണ്ടാക്കാൻ നോക്കണ്ട. പക്ഷെ ഒരു കാര്യം ഞാനും മനസ്സിലാക്കണം, നമ്മുടെ ഉള്ളിൽ ദൈവം ശക്തി പകർന്നിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ ഫിയർഫുള്ളായിരുന്ന എന്നെ ഫിയർലെസ് ആക്കി മാറ്റിയ ഒരു ശക്തി എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ആ ശക്തി എൻ്റെ ചുറ്റും വ്യാപരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതിൻ്റെ തെളിവായിരുന്നു പത്രോസ് അത്രയും ആ ബോൾഡ്നെസ്സോടുകൂടെ അത് പ്രവർത്തിക്കുകയും അതിൻ്റെ റിസൾട്ടുകൾ അവിടെ വരികയും ചെയ്തത്. സ്തോത്രം. ഇനി മൂന്നാമതൊരു കാര്യമുണ്ട്. മാത്രവുമല്ല ഇതെന്ത് ചെയ്യുന്നു? ഇത് നമ്മളെ അടുത്ത ഒരു ലെവലിലേക്ക്, എന്ന് വെച്ച് കഴിഞ്ഞാൽ നാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് ഹല്ലേലൂയ ഇത് കൊണ്ടുചെന്നെത്തിക്കും. ആമേൻ. ഹല്ലേലൂയ. നാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കും, അല്ലെങ്കിൽ അവിടെ അത്ഭുതങ്ങൾ നടക്കുമെന്ന്. ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഉള്ളിൽ ഈ ആത്മാവ് പ്രാപിച്ച, ശക്തി പ്രാപിച്ച, ഇന്ന് കഴിഞ്ഞ ദിവസമാകട്ടെ അല്ലെങ്കിൽ ഇതിന് മുന്നമേ പ്രാപിച്ചവരാകട്ടെ, ഞാൻ പറയട്ടെ, ഇപ്പോൾ ഒരു പുതുക്കം നമ്മിൽ സംഭവിക്കണം. നമ്മൾ മനസ്സിലാക്കണം, എൻ്റെ ഉള്ളിൽ ചിലത് ദൈവം തന്നിട്ടുണ്ട്. ഈ ശക്തിയാൽ ഒരു അസാധാരണ ബോൾഡ്നെസ് ദൈവം തന്നിട്ടുണ്ട്. അതും ഗോസ്പലിന് വേണ്ടി അവർ ശക്തിയോടെ അവൻ പ്രസംഗിച്ചു, ദൈവവചനം അവരോട് പറഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവവചനം നമുക്ക് ശക്തി കിട്ടി നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ ഉണ്ടാകാം, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ദ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഈസ് ടു ഷെയർ ഗോസ്പൽ. യേശുവിനെ ഉയർത്തുവാൻ,
അവനെ മഹത്വപ്പെടുത്തുവാൻ, അവൻ്റെ ആ പിതാവിൻ്റെ ആത്മാവിനെ തന്നിരിക്കുന്നത്, അവനിൽ നിന്ന് എടുത്തു തന്നിരിക്കുന്നത് അവനെ ഘോഷിക്കുവാൻ, അവൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട്. 2, നമുക്ക് ചുറ്റും ഹല്ലേലൂയ ഞാനും നിങ്ങളും ഹല്ലേലൂയ നമ്മൾ ഇറങ്ങണം. ഹല്ലേലൂയ നമ്മൾ മറ്റുള്ളവരുടെ ഇടയിലേക്ക് ഇറങ്ങണം. നാം തന്നെ മനസ്സിലാക്കണം, പത്രോസ് പറഞ്ഞതുപോലെ എൻ്റെ ഉള്ളിൽ ചിലതുണ്ട്. ഹല്ലേലൂയ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ ഹല്ലേലൂയ മറ്റുള്ളവരുടെ അടുക്കിലേക്ക് ഇറങ്ങണം, മനസ്സിലാക്കണം ഞാൻ പ്രാർത്ഥിച്ചാൽ ചിലത് നടക്കും. ഹല്ലേലൂയ അന്ന് ആത്മാവ് പ്രാപിച്ചവർ, മുന്നേ ആത്മാവ് പ്രാപിച്ചവർ ഒന്നുകൂടെ പുതുക്കം പ്രാപിച്ചാട്ടെ. നമ്മൾ ചെയ്യുമ്പോൾ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് നടക്കണം. ഹല്ലേലൂയ മാത്രവുമല്ല, നാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇവിടെ ഉദാഹരണം പറഞ്ഞിരിക്കുന്നത് ഹല്ലേലൂയ സെക്കറിയ പ്രവാചകനോട് ദൈവം സംസാരിച്ചതാണ്. അല്ലേ, നമുക്ക് വായിക്കാം 4-ാം അധ്യായം അതിൻ്റെ 6ഉം 7ഉം വാക്യങ്ങൾ വായിച്ചാട്ടെ. അവൻ എന്നോട് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, സെരുബ്ബാബേലിനോടുള്ള യഹോവയുടെ അരുളപ്പാട് സൈന്യത്താലല്ല ശക്തിയാലല്ല എന്റെ ആത്മാവിനാലത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. എന്താ സംഭവിക്കുന്നത്? സെരുബ്ബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ ആർ? നീ സമഭൂമിയായി. ഇതാണ് നമുക്കുള്ള ഈ ആത്മാവിൻ്റെ ശക്തി എന്ന് പറയുന്നത്. നിന്റെ മുൻപിലുള്ള മഹാപർവ്വതമേ അതെന്താകും? സമഭൂമിയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. ഞാനും നിങ്ങൾ അത് ഏറ്റെടുക്കണം, ഞാനും നിങ്ങൾ അത് വിശ്വസിക്കണം. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ മുന്നിലുള്ള പ്രശ്നങ്ങൾ ഞാൻ ആത്മാവിൽ നിറഞ്ഞതുകൊണ്ട് അവനോട് പറയുകയാണ്, ഈ അഭിഷേകം ഞാൻ തരും. പറയുകയാണ്, എന്തുണ്ടാകും? നിന്റെ സൈന്യത്താലല്ല ശക്തിയാലല്ല എൻ്റെ ആത്മാവിനാൽ. എന്താ സംഭവിക്കുന്നത്? നിന്റെ മുൻപിലുള്ള മഹാപർവ്വതം എന്തായിത്തീരും? അത് സമഭൂമിയായിട്ട് തീരും. ഹല്ലേലൂയ. എങ്ങനെ? നമ്മുടെ ശക്തിയാലല്ല, മറിച്ച് ദൈവത്തിൻ്റെ ആത്മാവിനാൽ. ഹല്ലേലൂയ. അപ്പൻ്റെ ആത്മാവിനാൽ. ഹല്ലേലൂയ. യേശുവിൽ നിന്ന് എടുത്ത ആത്മാവിനാൽ, വില കൊടുത്ത് നമ്മിൽ പകർന്ന ആ ആത്മാവിനാൽ എന്ത് നടക്കുമെന്നാണ് പറഞ്ഞത്? സ്തോത്രം. നമ്മുടെ മുന്നിലുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ നാമുമായി ബന്ധപ്പെട്ട അന്നത്തെ വിഷയം ഹല്ലേലൂയ അവിടുത്തെ അവർക്ക് സ്വാതന്ത്ര്യമില്ലാത്തതും അവർക്ക് ഹല്ലേലൂയ മുന്നോട്ട് പോകാൻ കഴിയാത്തതുമാണ്. ആ പർവ്വതത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അത് എന്താകും? തരിശാകും. യേഹൂവിൻ്റെ മേൽ അഭിഷേകം വന്നപ്പോൾ അവൻ്റെ മുന്നിൽ ബാലിനെ ആരാധിക്കുന്ന ഒരു കൂട്ടം ബാൽ വിഗ്രഹങ്ങൾ അവൻ്റെ മേൽ വന്നപ്പോൾ എന്തുണ്ടായി? ഹല്ലേലൂയ അവൻ്റെ ഉള്ളിലെ ശക്തിയും അവൻ്റെ ചുറ്റിലുള്ള ശക്തിയും മാത്രമല്ല അവനുമായി ബന്ധപ്പെട്ട ശക്തിയും കൂടെ പ്രവർത്തിച്ചപ്പോൾ ഹല്ലേലൂയ ബാലിൻ്റെ ഹല്ലേലൂയ ശിഷ്യന്മാരെ എല്ലാം കൊന്നുമുടിച്ച് ആ ബാലിൻ്റെ ബിംബത്തെ തകർത്ത് അവൻ മുന്നേറുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഇതേ ആത്മാവാണ് എനിക്കും നിങ്ങൾക്കും ദൈവം തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. പിതാവിൻ്റെ വാഗ്ദത്തം, യേശുവിൽ നിന്ന് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തം അവൻ നമുക്ക് തന്നു. ഹല്ലേലൂയ. ഞാൻ ഒരു സാക്ഷ്യം കൂടെ പറഞ്ഞ് ഹല്ലേലൂയ പ്രാർത്ഥിക്കുവാൻ ഹല്ലേലൂയ പോവുകയാണ്. സാക്ഷ്യം ഇതാണ്. ഹല്ലേലൂയ ഞാനിത് ഞാൻ പറഞ്ഞല്ലോ, പ്രത്യേകിച്ച് കർത്താവിൻ്റെ ദാസനും അത് പ്രാർത്ഥിക്കുകയുണ്ടായി. എനിക്ക് വളരെ ഒരു ബലമായി അതുവരെയും ഇല്ലാത്ത ഒരു ശക്തി എനിക്ക് ലഭിച്ചതായിട്ട് ഞാൻ അന്ന് വെളിപ്പെട്ടു. ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ ആ സമയത്ത് തന്നെ അതിൻ്റെ സോഴ്സിനെ കുറിച്ചും അതിൻ്റെ പരിണിത ഫലത്തെക്കുറിച്ചും നല്ല കാഴ്ചപ്പാടുകൾ ദൈവം എനിക്ക് തരികയുണ്ടായി. ഞാനത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ആര് ഇല്ല എന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. കാരണം അത് എൻ്റെ അനുഭവമാണ്, ഇതുവരെയും ഇല്ലാത്ത ഒരു പുത്തൻ അനുഭവമാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ദൈവമക്കളെ ഈ അനുഭവം നമുക്ക് എല്ലാവർക്കും വേണം. ചിലർക്ക് അന്ന് ലഭിച്ചിട്ടുണ്ട്, ചിലരെ ദൈവം ഇപ്പോഴും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു, ചിലർക്ക് മുന്നമേ ലഭിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ലഭിച്ചിട്ടുള്ളവർ ഹല്ലേലൂയ അതിനെ എക്സസൈസ് ചെയ്യണം. ഇനിയും ലഭിക്കാത്തവർ മനസ്സിലാക്കുക, നിങ്ങളെ അവൻ പ്രിപ്പയർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ കർത്താവ് നിങ്ങളെ എടുത്തുപയോഗിക്കും. കാരണം അത് അവൻ്റെ വാഗ്ദത്തമാണ്. സ്തോത്രം. അന്ന് രാത്രി ഹല്ലേലൂയ സ്തോത്രം ഞാൻ വീട്ടിൽ പോയിട്ട് ഞാൻ നമ്മൾ ആരാധനയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോയി. രാത്രിയാണ്. ആ സമയം ഞാൻ എന്താ വിഷയം എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഞങ്ങളുടെ ഭവനത്തിൽ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. ചെറിയൊരു പ്രശ്നമല്ല, ഞങ്ങൾ കുറച്ച് നാളായിട്ട്, ഒരു 2 വർഷമായിട്ട് ഞങ്ങൾ ഒരു ചെറിയ ക്രൈസിസിലായിരുന്നു. ഹല്ലേലൂയ. ഒരു 2 വർഷമായിട്ട് നമ്മൾ സിബ്ലിങ്സ് എല്ലാം കൂടെ വളരെയധികം ആലോചിച്ച്, ഒന്നുമല്ല അമ്മയെ എങ്ങനെ നമുക്ക് നോക്കണം. അമ്മയ്ക്ക് തീരെ ഓർമ്മയില്ലാത്ത ഒരു അവസ്ഥയാണ്, ഒന്നും ഓർമ്മയില്ല. അപ്പോൾ അമ്മയെ എങ്ങനെ നമുക്ക് മുന്നോട്ട് ഹെൽപ്പ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചുള്ള കാര്യമാണ്. അത്രമാത്രം ഞാൻ പറഞ്ഞു നിർത്തി. പിന്നീട് ഞാൻ സമയം കിട്ടുമ്പോൾ നിങ്ങളോട് പ്രൈവറ്റായിട്ട് ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ഈ ഒരു വിഷയം 2 വർഷമായിട്ട് അത് വലിയ പ്രയാസത്തിലൂടെ കടന്നു പോവുകയാണ്. കഴിഞ്ഞ 4 മാസമായിട്ട് ഇറ്റ് മൗണ്ടഡ് അപ്പ് ടു എ ബിഗ് ഇഷ്യൂ. ഞങ്ങൾക്കത് സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരു കൺസേൺ ആയിട്ട് അത് മാറി. അങ്ങനെ ഒരു പ്രയാസത്തിലായിരിക്കുമ്പോഴാണ്
അന്ന് ഞാനിവിടെ വന്ന് നമ്മൾ ഈ പ്രത്യേക ഒരു അനുഭവം ഉണ്ടായല്ലോ, ഞാൻ പറഞ്ഞില്ലേ, അന്ന് വീട്ടിൽ പോയി. അന്ന് വൈകിട്ട് രാത്രിയിൽ അതുമായി ബന്ധപ്പെട്ട് എൻ്റെ സഹോദരങ്ങളുമായിട്ട് അല്പസമയം, എൻ്റെ അനിയത്തിമാരുണ്ട്, എൻ്റെ ജ്യേഷ്ഠനുണ്ട്, ചേച്ചിയുണ്ട്, അവരൊക്കെ അല്പസമയം ഒന്ന് സംസാരിക്കുവാൻ അന്ന് രാത്രിയിൽ ഇടയായി തീർന്നു. അത് കഴിഞ്ഞു. അല്പസമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 2 മണി വരെ ഞങ്ങൾ ഉണ്ടായി. പക്ഷേ അത് തുടങ്ങിയത് അത്ര ലേറ്റായിട്ടാണ്, അതുകൊണ്ടായിരിക്കും 2 മണി വരെ പോയായിരുന്നു. 2 മണി വരെ പോയി. അപ്പോൾ ഞാൻ ചില കാര്യങ്ങളും അവരോട് പറഞ്ഞു. അത്രേ നടന്നിട്ടുള്ളൂ. ഞാൻ പറഞ്ഞതിന് നിങ്ങൾ മനസ്സിലാക്കണം, 2 വർഷമായിട്ടുള്ളൊരു പ്രശ്നമാണ്. സോൾവ് ചെയ്യാനായിട്ട് ഒരു ഇതും കാണുന്നില്ല. കാരണം നമ്മൾ പറയുമ്പോൾ അത് ഗ്രഹിക്കാൻ എല്ലാവർക്കും ഒരുപോലെ പറ്റുന്നില്ല. അതുകൊണ്ട് അത് 2 വർഷം, പക്ഷേ കഴിഞ്ഞ 4 മാസമായിട്ട് അത് ഇറ്റ് ബിക്കം എ റിയൽ ക്രൈസിസ്. എങ്ങനെ അത് ഇതാക്കാം. അപ്പോൾ അത് കഴിഞ്ഞുകൊണ്ടാണ് അന്ന് രാത്രിയിലും ഈ സംഭവത്തെക്കുറിച്ച് പറയുവാനിടയത്. എന്നാൽ ഞാൻ 2 മണിക്ക് ഞാൻ അവരോടുമായി ചില കാര്യങ്ങൾ സംസാരിച്ച് ഞാൻ കിടന്നുറങ്ങി 2 മണിക്ക്. എന്നാൽ 3 മണിക്ക് അവർ എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അന്നേരം ഞങ്ങൾ ഉറങ്ങിപ്പോയി. ഹല്ലേലൂയ, 3 മണിക്ക് വിളിച്ചു. പക്ഷേ അന്നേരം ഒരു വോയിസ് ഇട്ടിട്ടുണ്ട്. എല്ലാം ദൈവം വളരെ ഭംഗിയായിട്ട് തീർത്തു. 1 മണിക്കൂറുണ്ട്. 2 മണിക്കാണ് ഞാൻ ഉറങ്ങുന്നത്. 3 മണിക്കൂറുണ്ട്. 2 വർഷമായിട്ടുള്ളൊരു പ്രോബ്ലമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. അത് ഒറ്റ മണിക്കൂർ കൊണ്ട് ദൈവം അത് വളരെ വളരെ സ്മൂത്താക്കി അത് കംപ്ലീറ്റ് സോൾവ് ചെയ്തു. ഹല്ലേലൂയ. അപ്പോൾ എനിക്കൊരു വോയിസ് മെസ്സേജ് ഇട്ടു. നീ ഉറങ്ങിക്കാണും, സാരമില്ല, ദൈവം അത്ഭുതം പ്രവർത്തിച്ചു, വേണ്ടെന്ന ആ രീതിയിലൊരു സംസാരമുണ്ടായി. അത് കംപ്ലീറ്റ്ലി സോൾവായി വളരെ സന്തോഷത്തോടെ നമുക്ക് പോകാൻ പറ്റി എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്ക് വോയിസ് മെസ്സേജാണ് കിട്ടിയത്. പിന്നെ നിന്നെ വിളിക്കാം എന്നും പറഞ്ഞ് അങ്ങനെ ആ വോയിസ് മെസ്സേജ് അവിടെ നിന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇത് കണ്ടപ്പോൾ ഞാൻ അതിശയിച്ചു പോയി. ഞങ്ങൾ പ്രാർത്ഥിച്ചൊരു വിഷയമാണ്. ആ 2-3 ദിവസങ്ങളായിട്ട് വളരെ അതിനുവേണ്ടി പ്രാർത്ഥിച്ചത് എങ്ങനെയെങ്കിലും ഒന്ന് സോൾവ് ആവണമെന്ന്. 2 വർഷമായിട്ടുള്ള പ്രശ്നമാണ്. എന്നാൽ ഹല്ലേലൂയ, ദൈവം അത്ഭുതകരമായിട്ട് ദൈവം അതിന് വിടുതൽ കൊടുത്തു. അപ്പോൾ എനിക്ക് തോന്നി, എന്തായിരിക്കും? അപ്പോഴാണ് ഇവിടുത്തെ അനുഭവം എൻ്റെ ഉള്ളിൽ വന്നത്. നീയൊരു അഭിഷേകം നീ ഇന്നലെ പ്രാപിച്ചിട്ടില്ലേ, അതിനൊരു ശക്തിയുണ്ടെന്ന് നീ വിശ്വസിക്കുന്നില്ലേ എന്ന്. ഹല്ലേലൂയ. എൻ്റെ ഉള്ളിൽ എന്നാലും ഞാനായിട്ട് ബോസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഹല്ലേലൂയ. അടുത്ത ദിവസം ആ വ്യക്തി എന്നെ വിളിച്ചിട്ട് ഈ ഉണ്ടായ കാര്യങ്ങൾ എന്നോട് സംസാരിക്കാനായിട്ട് എന്നെ വിളിച്ചു. അപ്പോൾ ഞാനും ഗോഡ്വിനുണ്ട്, അതുപോലെ തന്നെ പാസ്റ്ററും കൂടെ ഞാൻ പാസ്റ്ററെ അടുത്ത ദിവസം പോവുകയാണെങ്കിലും അദ്ദേഹത്തെ 1-2 സ്ഥലങ്ങൾ കാണിക്കാനായിട്ട് ഞങ്ങൾ പോവുക. അങ്ങനെ പോകുന്ന സമയത്താണ് ഈ കോൾ വരുന്നത്. അവിടെ നിന്ന് കോൾ വന്നു. കാരണം തലേദിവസം അവർ വിളിച്ചപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയല്ലോ. അപ്പോൾ വിളിച്ച് എന്നോട് സംസാരിച്ചു. കുറേ നേരം സംസാരിച്ചു. അപ്പം ഈ സംസാരിച്ച് കഴിഞ്ഞ് ഞാൻ നിങ്ങൾ വീണ്ടും അങ്ങനെ മുന്നോട്ട് പോകുന്ന ഗോഡ്വിനുണ്ട്, അതുകൊണ്ട് എനിക്ക് സാക്ഷിയുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ പോകുന്ന സമയത്ത് കോള് കഴിഞ്ഞപ്പോൾ ഒരു നല്ല ലോങ് കോളായിരുന്നു. അപ്പം ഉണ്ടായ സംഭവങ്ങൾ പറയുകയായിരുന്നു. 2 വർഷമായിട്ട് സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയാതിരുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ വളരെ സമാധാനത്തോടെ ഇന്നലെ രാത്രി ഉറങ്ങി. ഹല്ലേലൂയ. 2 മണിക്ക് ഞങ്ങളത് സംസാരിച്ച് വെച്ചതാ. 3 മണിക്ക് 2 മണി ഞാൻ വെച്ച് കുറച്ച് അല്പസമയത്തിനുള്ളിൽ അതിന് വേണ്ടുന്ന വ്യക്തി വിളിച്ചു. ഒരു 45 മിനിറ്റ്സ് അവർ സംസാരിച്ചു. അതിൻ്റെ ഉള്ളിൽ മുഴുവൻ സെറ്റിലായി. വളരെ സന്തോഷമായി. 2 വർഷമായിട്ട് സമാധാനമില്ലാതിരുന്ന പ്രിയപ്പെട്ടവർ സമാധാനത്തോടെ കിടന്നുറങ്ങി. അടുത്ത ദിവസം ഫോൺ ചെയ്ത് എന്നോട് പറയുകയാണ്, ഇന്ന കാര്യങ്ങൾ സംഭവിച്ചു, വളരെ ഭംഗിയായിട്ട് ഇങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ, അതും നോട്ട് ചെയ്ത് ആ കാര്യങ്ങളും കൂടെ ഞങ്ങൾ അവരോട് സംസാരിച്ചു. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല, എല്ലാവരും എഗ്രീഡായി, വളരെ ഭംഗിയായി എന്ന് പറയും. അതൊരു ലോങ് കോളായിരുന്ന സമയത്ത് ഇത് വെച്ചപ്പാട് തന്നെ എന്നോട് പാസ്റ്റർ പറയുന്നു, ലോങ് കോളായിരുന്നല്ലേ എന്ന് പറഞ്ഞു എന്നോട്. ഞാൻ പറഞ്ഞു, അതെ പാസ്റ്റർ, ലോങ് കോളായിരുന്നു. പക്ഷേ ഒരു എത്രയോ വർഷമായിട്ടുണ്ടായിരുന്ന ഒരു പ്രശ്നം അത് സോൾവ് ആകപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ എന്നോട് എടുത്ത വഴിക്ക് എന്നോട് പറയുകയാണ്, ഇന്നലത്തെ അഭിഷേകമാണ്. ഞാൻ വിചാരിച്ചതല്ല, പക്ഷേ എൻ്റെ ഉള്ളിൽ തോന്നിയായിരുന്നു. പക്ഷേ അദ്ദേഹം എന്നോട് പറയുകയാണ്, ഞാൻ പറഞ്ഞു, ദൈവമക്കളെ, നമുക്ക് ദൈവം തന്നിട്ടുള്ളൊരു അഭിഷേകം ഉണ്ടെങ്കിൽ ചിലത് നമ്മിൽ നടക്കും, നമ്മുടെ ചുറ്റും നടക്കും. അസാധ്യമെന്ന് തോന്നുന്നത് ചിലത് നമ്മുമായി ബന്ധപ്പെട്ട് നടക്കും. ഞാനിവിടെ പറയുന്നത് ഇവിടെ ഓരോരുത്തരെയും കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ ആഗ്രഹിക്കുക, നിങ്ങളത് പ്രാപിക്കുക, ആ ശക്തി നിങ്ങളെ നടത്തട്ടെ. ഹല്ലേലൂയ. ആ ശക്തിയാകട്ടെ എന്നെയും നിങ്ങളെ നടത്തട്ടെ. നമുക്ക് ഒരു പാട്ട് പാടി കർത്താവിനെ ആരാധിക്കാം. അതിനുവേണ്ടി ദാഹിക്കുക, അതിനുവേണ്ടി ആഗ്രഹിക്കുക. ദൈവം തരും. നമ്മുടെ അസ്വസ്ഥതകളെ അവൻ മാറ്റും, നമ്മുടെ ബലഹീനതകളെ മാറ്റും, നമ്മുടെ വീക്ക്നെസ്സിനെ അവൻ മാറ്റും. ഹല്ലേലൂയ. നമ്മെ പുതുവ്യക്തിയാക്കും. മാത്രമല്ല നമ്മുടെ ചുറ്റും ഹല്ലേലൂയ
പത്രോസിൻ്റെ ചുറ്റും ആളുകളെ കൊണ്ടുവന്നതുപോലെ നമ്മുടെ ചുറ്റും ആളുകളെ കൊണ്ടുവരും. ഇവിടെ ഞാൻ പറയുന്നത് എല്ലാവരെയും കുറിച്ചാണ് കേട്ടോ. ഹല്ലേലൂയ. കാരണം അത് എല്ലാവരുടെ മേലുള്ളതാണ്. എനിക്ക് തന്നിരിക്കുന്ന ആ ബോധ്യം എന്ന് പറയുന്നത്, ഇവിടെ നമ്മുടെ ചർച്ച എന്ന് പറയുന്നത്, ഓരോരുത്തരും എവിടെ വെച്ച് കണ്ടുമുട്ടിയാലും അവൻ ഹല്ലേലൂയ ഒരു അത്ഭുത വിഷയമായിരിക്കും. ആരുടെ മുന്നിലായാലും ഒരു അത്ഭുത വിഷയമായിരിക്കും. ഹല്ലേലൂയ. പാട്ടുപാടി ആരാധിച്ചതിന് ശേഷം പ്രാർത്ഥിച്ച് ചില കാര്യങ്ങൾ നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഓർമ്മിപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു. കർത്താവ് സഹായിക്കട്ടെ.